നമുക്കൊന്ന് ഗുരുവായൂർ പോയാൽ. Hey guys, welcome back to Adia's Life Diaries and good morning. ഇപ്പോൾ ഇതേ സമയം 5:30 ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്നു പറഞ്ഞതുപോലെ നമ്മൾ ഗുരുവായൂർ പോകാൻ പോവാണ്. എന്നാൽ പിന്നെ ലേറ്റ് ആക്കണ്ട, നമുക്ക് വേഗം പോയി കുളിച്ച് റെഡി ആവാം. അപ്പോൾ അതേ ഇതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം. ഇപ്പോൾ റൂമിൽ വലിയ തിരക്കൊന്നുമില്ല. ബാക്കിയുള്ളവരും കൂടി റെഡി ആവാൻ വന്നാൽ വീഡിയോ എടുക്കാൻ പോലും സമയം കിട്ടത്തില്ല. ബൈ ദ ബൈ ഈ ഡ്രസ്സിൻ്റെ അടിയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ പൂവും കലാപരിപാടികളെല്ലാം. അപ്പോൾ നമുക്ക് വേഗം പോയി റെഡി ആവാം. ഇപ്പോൾ ഇതേ റെഡി ആവലെല്ലാം കഴിഞ്ഞു, എല്ലാവരുടെയും തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വിചാരിച്ചതിനേക്കാളും കുറച്ച് സമയം കൂടുതലെടുത്താലും എല്ലാവരും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വ്ളോഗിലൊന്ന് ഉൾപ്പെടുത്തിയതിനു ശേഷം നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നേരെ കൂറ്റനാട് ബസ് കയറി. കൂറ്റനാട് നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാൻ കിട്ടിയതോ പ്രിയദർശിനി. ഞങ്ങൾ കയറിയ സമയത്താണെങ്കിൽ തിരക്കും ഉണ്ടായിരുന്നില്ല, അതേപോലെ സീറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി, ഞങ്ങൾ ഇരുന്ന് തന്നെ പോയി. അങ്ങനെ പ്രിയദർശിനിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കയറുന്നത്. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ അതേ ആനവണ്ടിയുടെ മുന്നിൽ ഒരു ആന. അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. പിന്നെ അവിടുന്ന് നേരെ ഗുരുവായൂരപ്പൻ്റെ നടയിലോട്ട് പോയി. നേരെ ഞങ്ങൾ പടിഞ്ഞാറൻ നടയിലോട്ടാണ് പോയത്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ചെരുപ്പൊക്കെ കൊടുത്ത് ഞങ്ങൾ അകത്ത് കയറി പ്രാർത്ഥിച്ചു. പിന്നെ അങ്ങോട്ട് ഫുള്ള് തിരക്കായിരുന്നു. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം അവർ കുറച്ച് നേരം അരങ്ങേറ്റം കാണാമായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയി കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. മുൻപ് ഈ ചുമർചിത്രമൊക്കെ പൊളിച്ച് കളയുന്നത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഭംഗിയിൽ ഇപ്പോൾ അത് അവിടെ തിരിച്ച് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരം അവിടുന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം മറ്റൊരാൾ ഇവിടെ ഹൈപ്പർ ആക്റ്റീവായിട്ട് നടക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മേടിച്ച പാൽപ്പായസമൊക്കെ അവിടുന്ന് കുറച്ച് കഴിച്ചതിന് ശേഷം ഗുരുവായൂരപ്പനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് വേറെ ഒന്നുമല്ല, ചെറിയ കുറച്ച് പർച്ചേസിനായിട്ട്. ഈ വഴിയിലുള്ള കടകളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാതെ പോകാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അവിടുന്ന് നേരെ പ്രിയങ്ക ഫാൻസിലോട്ട് പോയി കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടുന്ന് വാങ്ങി. അതിൻ്റെ ഉള്ളിൽ കയറിയ പിന്നെ പറയുകയും വേണ്ട. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഗരുഡൻ്റെ പ്രതിമ കാണാൻ ചിന്നു ഉണ്ണി കൂടെ അച്ഛൻ്റെ കൂടെ പോയേക്കാണ്. പിന്നെ ആ പൊരിവെയിലത്ത് നടന്ന് ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. എല്ലാവരും നല്ല ടയേർഡായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഗുരുവായൂർ ഡയറീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.